നിങ്ങളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ഓരോ വർഷം സ്കൂളിൽ പഠിക്കുന്നതല്ലേ? പക്ഷെ അതിൽ എത്രമാത്രം കാര്യങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞാലും മറന്നു പോവാതെ മൈൻഡിൽ നിൽക്കാറുണ്ട്? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് മാത്രം. കാരണം എന്താണെന്നറിയോ? ടീച്ചേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരും. അതിൽ ചില കാര്യങ്ങൾ, ചില കോൺസെപ്റ്റ്സ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് റിയൽ ലൈഫിലുള്ള എക്സാമ്പിൾസുമായിട്ട് കണക്ട് ചെയ്യും. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ, അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ, ഫ്യൂച്ചറിൽ നമുക്ക് കാണുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഇങ്ങനെ നമുക്ക് തന്നെ വിഷ്വലി ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ്സ് ആണെങ്കിൽ അത് നമ്മൾ മറക്കില്ല. കാരണം വളരെ ഈസിയായിട്ട് നമുക്ക് അതിനോട് കണക്ട് ചെയ്യാൻ പറ്റും. അതേസമയം ജസ്റ്റ് തിയറട്ടിക്കലായിട്ട് മാത്രമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് നമുക്കൊരു അപ്ലിക്കേഷൻ ഒന്നും കാണാൻ പറ്റുന്നില്ല, നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല, ജസ്റ്റ് ഫോർ എ തിയറി എന്നുള്ള രീതിയിലാണ് അത് പഠിപ്പിക്കുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എക്സാം കഴിയുന്നതോടുകൂടെ നമ്മൾ മറന്നുപോകും. നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഇത്തരത്തിൽ റിയൽ ലൈഫുമായി കണക്ട് ചെയ്ത് അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് വിഷ്വലി എങ്ങനെ വരും, അത് എങ്ങനെയാണ് ഫ്യൂച്ചറിൽ അപ്ലൈ ചെയ്യേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും ലിമിറ്റഡ് ടൈമിൻ്റെ അകത്ത് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, കോൺസെപ്റ്റ് ക്ലാരിറ്റി വരും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ടീച്ചേഴ്സിന് പലപ്പോഴും അതിനുള്ള ടൈം കിട്ടാറില്ല. സ്കൂളിൽ വളരെ കുറഞ്ഞ സമയമാണ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവുക. അതിനകത്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, മറ്റൊരുപാട് വർക്കുകൾ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷെ ആസ് എ സ്റ്റുഡൻറ്, ആസ് എ ലേണർ, ആസ് എ ടീച്ചർ, നമ്മൾ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഏതൊരാൾക്കും ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫ്രീ റിസോഴ്സുകളുണ്ട്. അതായത് നമ്മളെല്ലാം ഡ്രീം ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ വളരെ കേട്ടിട്ടുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികൾ, അവർ സൊസൈറ്റിയിൽ സയൻസിനോടും മാത്സിനോടും അതുപോലെ പല പല സബ്ജക്റ്റുകളോടും ആളുകൾക്കൊരു ഇഷ്ടം വരണം, ആളുകൾക്കെല്ലാം അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റണം. കോൺസെപ്റ്റ്സിനെ വെറുതെ ഒരു തിയറി, ടെക്സ്റ്റ് ബുക്കിലുള്ള സെന്റൻസ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് അതിൻ്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലേണിംഗ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഒരുപാട് ഫ്രീ റിസോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാണ് ഫെറ്റ് എന്നുള്ളത്. നിങ്ങൾ പല ആളുകളും കേട്ടിട്ടുണ്ടാവും. ഫെറ്റ് വളരെ ഫേമസ് ആണ്. ഒരുപാട് ആനിമേഷൻസും ഇല്ലസ്ട്രേഷൻസും സിമുലേഷൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെന്റ് കോൺസെപ്റ്റ്സിനെ വളരെ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് മുതൽ വലിയ ഹയർ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വരെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു ആനിമേഷൻസും ഇല്ലസ്ട്രേഷൻസിലൂടെയും അങ്ങനെയുള്ള ഒരു റെപ്രസെന്റേഷനിലൂടെ ഒരുപാട് റിസോഴ്സസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫെറ്റ് എന്നുള്ളത്. അപ്പോൾ ഫെറ്റ് നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഗൂഗിൾ ഫെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫെറ്റിലോട്ട് പോകാൻ പറ്റും. അത് നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലുള്ള ഒരു ടോപ്പിക്ക് മാത്രം ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഗെയിം കളിക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. ഫ്രാക്ഷൻസ് എന്നുള്ളത് വളരെ ചെറിയ ക്ലാസ് മുതൽ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ ഒരു ക്ലാസ് കഴിയുന്നതനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതനുസരിച്ചിട്ട് നമുക്ക് പല പല അതിന്റെ വേർഷൻസ് ഉണ്ട്, ഹയർ വേർഷൻസ് വരെയുണ്ട്. ഏത് ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാലും അതിന്റെ അപ്ലിക്കേഷൻസ് കാൽക്കുലേഷൻസിലും മറ്റും വരാറുണ്ട്. അപ്പൊ എന്താണ് ഫ്രാക്ഷൻ എന്ന് അറിയാത്തൊരു സ്റ്റുഡന്റിന് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്, ഒരു ഫ്രാക്ഷൻ്റെ ഒരു പ്രാക്ടിക്കൽ ഐഡിയ എന്താണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു ഐഡിയ ഇല്ലാത്ത സ്റ്റുഡന്റിന് ബേസിക് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു ഹയർ ലെവൽ വരെ പോകാനുള്ള ഒരുപാട് റിസോഴ്സുകൾ ഇതിനകത്തുണ്ട്. ആ ഒരു കാറ്റഗറി മാത്രമേ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ബാക്കിയുള്ള നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഒരുപാട് റിസോഴ്സുകൾ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ ഇത് അക്സസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫ്രാക്ഷൻസ് ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് ഫെറ്റിന്റെ അകത്തുള്ള ഒരു കാറ്റഗറിയാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഇൻട്രോ, ഗെയിം, ലാബ് എന്ന് ഞാൻ പറഞ്ഞിട്ട് 3 കാറ്റഗറീസ് ഉണ്ട്. ഇൻട്രോ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം, ഒന്നുമില്ല. അതിൻ്റെ അകത്തുള്ള ഇതുപോലെ ഡിഫറെന്റ് ഫ്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് അതിവിടെ ഫോം ചെയ്യാം, അത്രേ ഉള്ളൂ. ഞാൻ ആ ഗെയിം എന്ന് പറയുന്നതിലോട്ട് ഒന്ന് ഫോക്കസ് ചെയ്യാം. ഗെയിമാണ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, കാരണം മറ്റത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, അതിന്റെ കാര്യങ്ങളൊക്കെ ഉള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. പക്ഷെ ഗെയിമാണ് കുറച്ചും കൂടി ചലഞ്ചിങ്ങും അതുപോലെ തന്നെ നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് കറക്റ്റ് ആണോ അല്ലേ എന്നൊക്കെ ചെയ്ത് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഗെയിമിലാണ്. അപ്പോൾ ഗെയിമിൽ തന്നെ ഒരുപാട് ലെവൽസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ. ഇപ്പോൾ ഫസ്റ്റ് ലെവൽ എടുക്കാം. ഫസ്റ്റ് ലെവൽ വളരെ സിമ്പിൾ ആയിരിക്കും. ഫസ്റ്റ് ലെവലിലുള്ളത് ഇവിടെ ഒരു 3 ഫ്രാക്ഷൻസ് ഉണ്ട്, 2/3, 2/2, 1/3. ഓക്കെ, 3 ഫ്രാക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ താഴെ ഒരുപാട് കളേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അവിടെ കൊടുത്തിട്ടുള്ള ഓരോ ഫ്രാക്ഷന്റെയും ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള. ഫോർ എക്സാമ്പിൾ 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് 3 പാർട്സ് ആക്കിയതിൽ 2 പാർട്സ് എന്നുള്ളതാണ്, അല്ലെ? ഔട്ട് ഓഫ് 3 2 എന്നുള്ളതാണ്. സോ എന്തിനേയും 3 ഈക്വൽ പാർട്സ് ആക്കി അതിൽ നിന്ന് 2 പാർട്സ് എടുത്താൽ മതി. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു റെക്ടാംഗിളിനെ 3 പാർട്സ് ആക്കാൻ പോവാണ്. എനിക്ക് ഈ ഒരു ആരോ മാർക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ 2 പാർട്സ് ആയി. ഇവര് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരിപ്പോ 3 ഈക്വൽ പാർട്സ് ആയി. ആ 3 ഈക്വൽ പാർട്സിൽ 2 പാർട്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഇതിലുള്ള 2 പാർട്സ് കളർ ചെയ്യാണ്. അപ്പൊ കളർ ചെയ്യാൻ എനിക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇത് 3 പാർട്സ് ആക്കിയതിൽ സിംഗിൾ പാർട്ട് കളർ ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്ട്രിപ്പ് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്തു, അടുത്ത പാർട്ട് ഷെയ്ഡ്. ഓക്കെ, അപ്പൊ 3 പാർട്സ് ആക്കിയതിൽ 2 പാർട്സ് ഷെയ്ഡ് ചെയ്തു. സോ ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്? 2/3 എന്ന് പറയുന്ന ഫ്രാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഇതിവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് നോക്കുകയാണ്. യെസ്, കറക്റ്റ് ആണ്.
കറക്റ്റ് അല്ലെങ്കിൽ റോങ് ആണെങ്കിൽ അവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ കറക്റ്റാണ്. ഇപ്പം ഞാൻ വേറെ റോങ് ആയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് കാണിക്കാം. അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഇതിലോട്ട് വെച്ചു. ഓക്കെ, കണ്ടോ? അതിനകത്തില്ലെങ്കിൽ ഞാൻ ഇതിലോട്ട് കൊണ്ടുവച്ചു. കണ്ടോ? എന്ത് ചെയ്യുന്നില്ല, ഫിറ്റ് ആവുന്നില്ല. കാരണം എന്താ, അത് റോങ് ആണ്. അപ്പൊ കറക്റ്റ് കൊണ്ടുപോയി വെച്ചാലേ അവിടെ ഫിറ്റ് ആവുള്ളൂ. അപ്പൊ ഇനി നമുക്ക് അടുത്ത് ക്രിയേറ്റ് ചെയ്യാം 2x2. ഓക്കെ, 2x2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, 1 ആണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി കളർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇത് റീഡു ചെയ്യാൻ വേണ്ടി ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കളർ കൊണ്ടുപോയി വെക്കാണ്. ഫുൾ കളർ ചെയ്യാണ്. 2x2 പറഞ്ഞാൽ ഫുൾ കളർ ചെയ്യാന്നുള്ളതാണ്. 1 ആണ്, അത് കൊണ്ടുവച്ചു. യെസ്, എന്തായി, അത് സാറ്റിസ്ഫൈ. അടുത്ത് 1/3 എന്ന് പറഞ്ഞാൽ 3 പാർട്സ് ആക്കിയതിൽ 1 പാർട്ടാ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ 3 പാർട്സ് ആക്കാം. എന്നിട്ട് അതിൽ 1 പാർട്ട് മാത്രം ഷെയ്ഡ് ചെയ്താൽ മതി. യെസ്, അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്ത്, ഫസ്റ്റ് ലെവലിലുള്ള ഒരു സ്റ്റേജ് എന്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാം. ഇതേപോലെ അപ്പൊ ഇവിടെ സർക്കിൾ വെച്ചിട്ടാണ്. ഇപ്പോൾ സർക്കിൾ വെച്ചിട്ട് ഇപ്പോൾ 2/3 ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. ഓക്കെ, 2/3 ആണെങ്കിൽ എനിക്ക് ആദ്യം ഇയാളെ 3 പാർട്സ് ആക്കണം. ഇയാൾ 3 പാർട്സ് ആയി. അതിൽ 3 പാർട്സിൽ 2 പാർട്സ്. അപ്പൊ ഞാൻ 2 പാർട്സ് എന്ത് ചെയ്യണം, കളർ ചെയ്യണം അല്ലെ? ഇപ്പൊ 2 പാർട്സ് കളർ. യെസ്, റെഡി. ഇതേപോലെ മറ്റു രണ്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെവൽ 1 കംപ്ലീറ്റ് ആവും. ലെവൽ 2, ലെവൽ 3 അങ്ങനെ 4 എങ്ങനെ എല്ലാ ലെവൽസും എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് വെച്ചിട്ട്. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ യൂസ് ചെയ്ത് എല്ലായിടത്തും എന്ത് ചെയ്യാൻ പറ്റും, ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരുപാട് എക്സാമ്പിൾസ് ഇതിനകത്തുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ഞാൻ ലെവൽ 3 പോകണമെന്ന് വിചാരിക്കാം. ഓക്കെ, ലെവൽ 3 നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാണാൻ പറ്റും, ഫ്രാക്ഷൻസ് കാണാൻ പറ്റും. ലെവൽ 5 പോവുകയാണെങ്കിൽ അഗെയിൻ 4/6, 1/3, 1/4 അങ്ങനെ ഒരുപാട് ഫ്രാക്ഷൻസ് ഉണ്ട്. ഇനി താഴോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്പേഴ്സ് കൊണ്ടുപോയി വെക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന് മുമ്പുള്ള ലെവൽസിൽ ഇവിടെ ഫ്രാക്ഷൻസ് വരും, ഇവിടെ നമ്മൾ വിഷ്വലായിട്ട് അതിന്റെ ആ ഡയഗ്രം കൊടുക്കുക ചെയ്ത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഫ്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ കറസ്പോണ്ടിങ് ആയ ഡയഗ്രം ഉണ്ട്. ഇവിടെ 1, 2, 3 പാർട്സ് ഒക്കെ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്ത്. അപ്പൊ എന്താണ്, 1/3 ആണ്. അപ്പൊ എനിക്കിതാ ഇവിടെ 1, 3 അല്ലെ, 1/3. സോ 1/3 കൊണ്ട് വെച്ച് നോക്കാം. യെസ്, കറക്റ്റ് ആണ്. അപ്പൊ അതിന്റെ നേരെ റിവേഴ്സ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇനി ബാക്കി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു കാറ്റഗറിയിലും 5 ഉണ്ട്. അപ്പൊ ഇതിന്റെ ബേസിക് ആണ്, സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ലെവലിലുള്ള കാര്യമാണ് ഇത്. ഇനി അതിന്റെ തന്നെ ഇനിയും ലെവൽസ് ഉണ്ട്. ഓക്കെ, ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് അതിന്റെ ബാക്കി ലെവൽസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലെവൽ 9 എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസും കാര്യങ്ങളും കാണാൻ പറ്റും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷേപ്പുകൾ കാണാൻ പറ്റും. കൂടുതൽ പാർട്സുകളാക്കിയിട്ടുള്ള കേസുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൽ വേറെ കാറ്റഗറി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ 5/4. ഓക്കെ, 5/4 എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? 5/4 എന്ന് പറയുമ്പോൾ എന്താണ്, ആക്ച്വലി ഡിനോമിനേറ്റർ സ്മോളറും ന്യൂമറേറ്റർ ഗ്രേറ്ററും ആണ്. ഇതുവരെ ചെയ്തതിൽ ഡിനോമിനേറ്റർ ഗ്രേറ്ററും ന്യൂമറേറ്റർ സ്മോളറും ആയതുകൊണ്ട് ഒന്നിനെ തന്നെ ഡിഫറെന്റ് പാർട്സ് ആക്കിയിട്ട് അത് ഷെയ്ഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഇത് കേസ് ഡിഫറെന്റ് ആയി, ഡിനോമിനേറ്റർ സ്മോളറും ന്യൂമറേറ്റർ ഗ്രേറ്ററും ആണ്. അപ്പോൾ 5/4 നിങ്ങൾക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ 5/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ആണ്. മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ 1/4 ആണ് ആക്ച്വലി. അതായത് നിങ്ങൾ ഒരു സർക്കിൾ കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്യണം, പിന്നെ വേറെ സർക്കിളിന്റെ 1/4. അപ്പൊ ഇവിടെ എനിക്ക് ഒരു സർക്കിളും കൂടി ആവശ്യം ഉണ്ടാവും. ഞാൻ ഒരു സർക്കിളും കൂടി കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് സർക്കിൾ എന്തായാലും കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാന്നുള്ളല്ലാതെ വേറെ വഴിയില്ല അല്ലെ? സെക്കൻഡ് സർക്കിൾ എന്ത് ചെയ്യണം, നമുക്ക് 4 ആകെ ഒരു പാർട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, ഷെയ്ഡ് ചെയ്താൽ മതി. ഓക്കെ, 4 ഒരു പാർട്ട് മാത്രം എന്ന് പറയുമ്പോൾ ഇത് രണ്ടെണ്ണം വെച്ച് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായി, 1ഉം 1/4 ആയി. ഇത് ഫിറ്റ് ആവുന്നുണ്ടോ ടെസ്റ്റ് നോക്കാം. ടെസ്റ്റ് റെഡി ആയി. അപ്പൊ ഇങ്ങനെയുള്ള ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയപ്പെടുന്ന കാറ്റഗറി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതും ഇതിന്റെ അകത്തുണ്ട്, നിങ്ങൾക്ക് അതും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രാക്ഷൻസ് എന്താണെന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളതല്ല, കാരണം അത് ഓൾറെഡി നമ്മൾ ഡിഫറെന്റ് വീഡിയോസ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽസിൽ മറ്റുണ്ട്. പക്ഷെ അതിനെ വിഷ്വലി എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഒരു ടൈപ്പ്. ഇതിനകത്ത് ഡിഫറെന്റ് ലെവൽസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് ഇൻട്രൊഡക്ഷൻ ഫ്രാക്ഷൻസ് ഇൻട്രോ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടതാണ്. ഇനിയും ഫ്രാക്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത വേറെയും കുറെ കാര്യങ്ങളുണ്ട്. ഫ്രാക്ഷൻ മാച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാം. ഫ്രാക്ഷൻസ് തന്നെയുള്ള ഒരുപാടുണ്ട്. ഫ്രാക്ഷൻ മാച്ചർ എന്ന് പറയുന്നത് കുറച്ചും കൂടി സെയിം കാര്യം തന്നെയാണ്, അതിന് തന്നെ ഒരു ഡിഫറെന്റ് രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഇതിൽ ഫ്രാക്ഷൻസിലുണ്ട്, അതുപോലെ മിക്സഡ് നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇതിൽ ലെവൽ 3 എടുത്തു. ഓക്കെ, ഇപ്പൊ ലെവൽ 3 ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാച്ച് ചെയ്യാണ്, ഫ്രാക്ഷൻസ് മാച്ച് ചെയ്യാം. ഇപ്പൊ ഇവിടെ എനിക്ക് 4/3 ഉണ്ട്, 7/4 ഉണ്ട്, 2/6 ഉണ്ട്, പല കാറ്റഗറി ഉണ്ട്. ഞാൻ 2/6 ഇവിടെ കൊടുന്ന് വെച്ചു.
ഓക്കെ 2/6 ഈക്വൽ ആയിട്ടുള്ള ആരാണ് 6 പാർട്ട് ആക്കിയതിൽ 2 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ 6 പാർട്ട് ആക്കിയതിൽ 2 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഇത് 1 2 3 4 5 6 6 2 പാർട്ട് ഇയാൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇയാൾ മാച്ച് ചെയ്തൂടെ? എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ഓക്കെ ആണ്, റെഡി, മാച്ച് ചെയ്തു. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളവർ മാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ 7/4 എന്ന് പറയുമ്പോൾ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറ്റും ഇയാളെ അല്ലെ? എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റുക? 1 3/4 എന്നുള്ള രീതിയിലാക്കാം. അപ്പോൾ ഒരു 1 ഫുൾ കളർ ചെയ്തിട്ടുണ്ടാവണം, ബാക്കി അതേ ഫിഗറിന്റെ തന്നെ 4 പാർട്സ് ആക്കിയതിൽ 3 പാർട്സ് കളർ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാറ്റഗറി ഏതാണല്ലോ ഇവിടെ? ഒന്ന് ഫുള്ളും കളർ ചെയ്തിട്ടുണ്ടാവണം, അടുത്തത് എന്ത് ചെയ്യണം? 4 പാർട്സ് ആക്കിയതിൽ 3 പാർട്സ് കളർ ചെയ്തിട്ടുണ്ടാവണം. ഇതാ ഈ കാറ്റഗറി പറ്റില്ലേ? ഇത് ഫുള്ള് കളർ ചെയ്തിട്ടുണ്ട്, അടുത്ത് 4 പാർട്സ് ആക്കിയതിൽ 3 പാർട്സ് കളർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പോസിബിൾ ആണ്. സോ ചെക്ക് ഓക്കെ ആണ്, റെഡിയാണ്. ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് ഇനി ബാക്കി നോക്കാം. ബാക്കി ഇനി ഈ ഫ്രാക്ഷനായിട്ട് ഉള്ള ഏതാ നോക്കാം. ഇനി അവസാനം ഫ്രാക്ഷൻസ് ഇല്ലെങ്കിൽ ഒരേപോലത്തെ ഡയഗ്രാംസ് ഉണ്ടാവും. ഓക്കെ ഒരേപോലെ രണ്ടും ഒരേ ഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രാംസ് അതും കൊണ്ടുപോയി വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇതുപോലെ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത് മുന്നോട്ട് പോകുന്നതനുസരിച്ച് കുറച്ച് അഡ്വാൻസ് ചെയ്ത് ഇങ്ങനെ വരിക ചെയ്യാം. അത് തന്നെ ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്, ഇതുപോലെ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ലെവൽസ് ഉണ്ട്. നിങ്ങൾക്ക് അത് പറയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്വാൻസ് ലെവലിലോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇത് ഒരു കാറ്റഗറിയാണ്. ഇനി അതിന്റെ കൂടെ തന്നെ ഒരു കാറ്റഗറി കൂടി ഉണ്ട് അതിൻ്റെ അകത്ത്, മിക്സഡ് ഫ്രാക്ഷൻസ് വരുന്ന കേസും കൂടി ഉണ്ട്. ഓക്കെ ഇപ്പൊ നമ്മൾ നോർമലി ഉള്ള പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ ഒക്കെയാണ് നോക്കിയത്. അതിൽ തന്നെ മിക്സഡ് വരുന്ന കേസുകളുണ്ട്, ഇതേപോലത്തെ മിക്സഡ് ഫ്രാക്ഷൻസ് വരുന്ന കേസുകളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. അപ്പൊ ഇതിലൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഈ 24/54 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാംസ് കിട്ടും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അഡ്വാൻസ് ചെയ്തിട്ടുള്ള ഫ്രാക്ഷൻസ് വരെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഫ്രാക്ഷൻ മാച്ചർ മാത്രമല്ല, വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഫ്രാക്ഷൻസ് ഇൻട്രോ നമ്മൾ ചെയ്തു, ഫ്രാക്ഷൻസ് മാച്ചർ കണ്ടു, ബിൽഡ് എ ഫ്രാക്ഷൻ, ഒരു ഫ്രാക്ഷൻ ബിൽഡ് ചെയ്യുന്നത് കോൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. അതുപോലെ ഫ്രാക്ഷൻസ് ഇക്വാലിറ്റി, രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണോ അല്ലേ എന്നുള്ളത് പോലെ കാണിക്കുന്നുണ്ട്. ഫ്രാക്ഷൻസ് മിക്സഡ് നമ്പേഴ്സ് ഫ്രാക്ഷൻസ് വരുന്നത് അതിന്റെ കാറ്റഗറി വരുന്നുണ്ട്. സോ ദർ ആർ ലോട്ട് ഓഫ് വെറൈറ്റീസ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് സെൽഫായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ ഇതിലോട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഫ്രാക്ഷൻസ് പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഓക്കെ ഇത് നമുക്ക് ഇതുപോലെ പ്രാക്ടിക്കലി തന്നെ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മിക്സഡ് ഫ്രാക്ഷൻ എന്താണെന്നുള്ള കുറെ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ആനിമേഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരു സിമുലേഷൻസ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയാണ് വരുന്നത്, എന്താ മിക്സഡ് ഫ്രാക്ഷന്റെ കോൺസെപ്റ്റ്, ഒന്ന് കംപ്ലീറ്റും വേറെ ഒന്നിന്റെ ഒരു പാർഷ്യലി എന്ന് വരുന്ന രീതിയിൽ, അതായത് കുറച്ച് കംപ്ലീറ്റഡ് ഒബ്ജക്ട്സിന്റെ കൂടെ അതേ ഒബ്ജക്റ്റിന്റെ ഒരു പാർഷ്യൽ ഒബ്ജക്റ്റ് വരുന്ന രീതിയിൽ ഇതെങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത് നമുക്ക് വിഷ്വലി എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പഠിക്കുന്ന ഓരോ കോൺസെപ്റ്റ്സിനെയും ഇത്തരത്തിലുള്ള നമുക്ക് പ്രാക്ടിക്കലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് റിസോഴ്സുകളുണ്ട്. ഒരുപാട് നൂറുകണക്കിന് റിസോഴ്സുകൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ തന്നെയുള്ള വളരെ ചെറിയ എന്ന് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്. ഇതിനകത്ത് ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫെറ്റിന്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടോപ്പിക്കുകൾ അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഈ സിമുലേഷൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ ഫിസിക്സിന്റെ മാത്ത് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, കെമിസ്ട്രി, എർത്ത് സ്പേസ്, ബയോളജി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതിലോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പോവാം. അപ്പോൾ ഞാൻ മാത്ത് എടുക്കുകയാണെങ്കിൽ തന്നെ മാത്സിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, കാണാൻ പറ്റും. മീൻ, ഷെയർ ആൻഡ് ബാലൻസ്, പ്രൊജക്റ്റീവ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊജക്റ്റീവ് ഡാറ്റ ലാബ്, അങ്ങനെ അഡ്വാൻസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. കെപ്ലേഴ്സ് ലോ ഉണ്ട്, നമ്പേഴ്സ് കമ്പയർ ചെയ്യാനുള്ള നമ്പർ പ്ലേ, സിമ്പിൾ ചെറിയ കുട്ടികൾക്ക് മുതൽ മുകളിലോട്ടുള്ള ഹയർ ക്ലാസ്സിലോട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട്. ഇത് ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബിൽഡ് എ ഫ്രാക്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ബിൽഡ് എ ഫ്രാക്ഷൻ ഇതുപോലെ ഓരോന്നും എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സിമുലേഷനിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. നേരത്തെ കണ്ട പോലെ തന്നെ കറസ്പോണ്ടിങ് സിമുലേഷനിലോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. നമ്മൾ ഇപ്പോൾ ചെയ്ത കാര്യങ്ങളുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ ഫെറ്റ് എന്നുള്ള ആ ഒരു ടൂള് മൊത്തത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എക്സ്പ്ലോർ ചെയ്യുക. വെക്കേഷൻ ആണ്, വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഗെയിം കളിക്കുന്ന പോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇതിന് 2 ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, നമുക്കൊരു എന്റർടൈൻമെന്റ് കിട്ടും, അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ലേണിങ്സ് ആണ് ഇന്നത്തെ കാലത്ത് ഭയങ്കരമായി ഭൂമി വന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് വെച്ച് അത് ബൈ ഹാർട്ട് ചെയ്തിരുന്ന് പഠിക്കുക എന്നുള്ളതിന്റെ കാലങ്ങളൊക്കെ മാറി കോൺസെപ്റ്റ്സിനെ കുറച്ചുകൂടെ പ്രാക്ടിക്കലി മനസ്സിലാക്കുക. ഒരുപാട് മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കുന്നതിന് പകരം കുറഞ്ഞ സമയം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സ്റ്റുഡന്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ കൊടുക്കാറുള്ളത്. ഇതിൽ ഓൾറെഡി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഫൗണ്ടേഷൻ കോഴ്സിലെ സ്റ്റുഡൻസ് ഉണ്ടാവും. നമ്മൾ ഒരുപാട് മണിക്കൂറുകളുള്ള ക്ലാസ്സുകൾ തന്നിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാത്ത രീതിയിൽ, നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന രീതിയിൽ ഒരുപാട് ടൈം നിങ്ങൾ ഇരുത്തുക എന്നുള്ളതിന് പകരം ഷോർട്ട് വീഡിയോസും ഓരോ വീഡിയോസ് കഴിഞ്ഞ ശേഷം അത് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ ആ വീഡിയോ കണ്ടത് ഓക്കെ ആണോ, കോൺസെപ്റ്റ് റെഡി ആണോ, അതെവിടെയും ക്ലാരിറ്റി വരുത്താനുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് സ്മോൾ കോൺസെപ്റ്റ്സ് കവർ ചെയ്ത് ഫുൾ ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മിനിമം സമയം കൊണ്ട് കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ
രീതിയിലായിരിക്കണം നമ്മൾ ഇനി ഒരു കോമ്പറ്റീവ് എക്സാമിനായിക്കോട്ടെ എന്തിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ്സ് ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല. ഒരു കാര്യം പഠിക്കാൻ 10 മണിക്കൂർ ഒരാൾ എടുത്തു, ഒരാൾ 5 മണിക്കൂർ എടുത്തു. സോ 5 മണിക്കൂർ എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബാക്കി 5 hours അയാൾക്ക് പ്രോഫിറ്റ് ആണ്, അല്ല അയാൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അയാൾക്ക് ബാക്കി 5 hours വേറെ എന്തെങ്കിലും ഉപയോഗമുള്ള കാര്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ റിസോഴ്സുകൾ അവൈലബിൾ ആണ്, അതെല്ലാം നമ്മൾ യൂസ് ചെയ്യുക. മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനലും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനി വരുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പല റിസോഴ്സുകൾ ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു.